2026 വേൾഡ് കപ്പായി. ഇപ്പോൾ പൊതുവേ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അർജന്റീന ഫാൻസ് ഒരു സൈഡിലുണ്ട്, പോർച്ചുഗൽ ഫാൻസ് ഉണ്ട്, ബ്രസീൽ ഫാൻസ് ഉണ്ട്. പക്ഷേ ഈ വേൾഡ് കപ്പിൻ്റെ ട്രെൻഡിൽ എന്താണെന്നറിയില്ല, ചെറിയ കുട്ടികൾ, അതായത് ഇപ്പോൾ വലിയ ആൾക്കാർ CR7 സപ്പോർട്ട് ചെയ്യാൻ നമുക്കറിയാം, ആളുടെ ഒരു കാലഘട്ടം, ഒരു പീക്ക് എറ നമുക്ക് ഏതാണെന്നുള്ളത് അറിയാം. പക്ഷേ ഈ 4ാം ക്ലാസ് 5ാം ക്ലാസ് ഈ പ്രായത്തിലുള്ള കുട്ടികൾ വരെ ഭയങ്കര CR7 സപ്പോർട്ടേഴ്സ്, ഭയങ്കര എന്തോ ഒരു ഭയങ്കരമായിട്ട് അതിലിട്ട് അരിഞ്ഞ് ഫാൻസ് ആവാമെന്നും അറിയില്ല, ഭയങ്കര ഡൈ ഹാർട്ടായിട്ട് കൊണ്ടെടുക്കുന്ന ഒരു പേരാണ് CR7, ക്രിസ്ത്യാനോ റൊണാൾഡോ അണ്ണൻ എന്നൊക്കെ പറഞ്ഞിട്ട്. അതായത് ചെറിയ കുട്ടികളെ കാര്യം ഞാൻ പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും ഈ ഒരു CR7 ഭ്രാന്ത് ഇപ്പോൾ ഈ ഒരു 2026 വേൾഡ് കപ്പിൽ കുറച്ച് കൂടിയ പോലെയും ഫീൽ ചെയ്യുന്നുണ്ട്? അതിൻ്റെ ഒരു റീസൺ എന്താവാനാ ചാൻസ്? തീർച്ചയായും അത് വലിയ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ക്രിസ്ത്യാനോ ഫുൾ സ്വിങ്ങിൽ കളിക്കുന്നത് ലൈവായിട്ട് കണ്ടവരല്ല ഈ പറഞ്ഞ ഈ തലമുറ. നാഷൻസ് ലീഗ് കണ്ടിട്ട് കാണും. ഇപ്പോൾ ഏറ്റവും റീസെൻ്റ്ലി അയാൾ പ്രൂവ് ചെയ്ത ഒരു ടൂർണമെൻ്റ് എന്ന് പറയുന്നാൽ ഈ ഇതാണല്ലോ, നാഷൻസ് ലീഗാണല്ലോ. അപ്പോൾ നാഷൻസ് ലീഗിൽ അയാളെ പെർഫോമൻസ്, പക്ഷെ അത് പണ്ട് യൂറോ കപ്പ് നേടിയ സമയത്താണെങ്കിലും അയാൾ ക്ലബ്ബുകളിൽ കളിക്കുന്ന സമയത്താണെങ്കിലും ഒക്കെ ഉള്ളതിനേക്കാൾ ഒരുപാട് എന്താ പറയുക, ഒരു 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 വീക്കായിട്ടുള്ള സ്റ്റേജിലേക്ക് ആണല്ലോ അയാൾ ഒരു അവസാന സമയങ്ങളിൽ കളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ എന്നിട്ടും അയാൾക്ക് ഇത്രമേൽ ഈ പുതുതലമുറയിൽ വലിയ സ്വീകാര്യത എങ്ങനെ കിട്ടുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. എനിക്ക് തോന്നുന്നു അയാളുടെ ഒരു തലപ്പൊക്കം, പെനാൾട്ടി ബോക്സിൽ അയാളുടെ ഒരു ഡോമിനേഷൻ, പിന്നെ ആ ഓറ, അയാളുടെ ഒരു സെലിബ്രേഷൻ സ്റ്റൈലാവുന്നു എനിക്ക് ഈ പിള്ളേരെ കുറേ കൂടി ഇൻഫ്ലുവൻസ്ഡ്. അയാളുടെ സൂവും എന്ന് വെച്ചാൽ ഫുട്ബോൾ ഹിസ്റ്ററിയിൽ തന്നെ ഒരു പക്ഷെ അത്രയും ആഘോഷിക്കപ്പെട്ട ഒരു സെലിബ്രേഷൻ സ്റ്റൈൽ ഉണ്ടാവില്ല അല്ലേ. ഒരുപാട് എംബാപ്പയ്ക്കും മെസ്സിക്കും ഒക്കെ അവരുടേതായ സ്റ്റൈൽ ഓഫ് സെലിബ്രേഷൻ ഉണ്ട്. പക്ഷേ ക്രിസ്ത്യാനോയോളം ആ സ്റ്റൈലോളം സെലിബ്രേറ്റ് ചെയ്യപ്പെട്ട ഒരു സംഗതി ഉണ്ടാവില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അയാളുടെ ഒരു ഈ ഓറക്കപ്പുറത്തേക്ക് അയാളുടെ ഒരു അത്ലറ്റിക് ഒരു ഡൈനാമിക്സ്, പിന്നെ പുള്ളിയുടെ നമ്മൾ ഈ അയാളുടെ പ്രചോദിതമായ കുറേ കാര്യങ്ങൾ, അയാൾ ഒരു കാര്യം ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി നിരന്തരം പരിശ്രമിക്കുന്ന ഒരാളാണ്. ഒരു മെസ്സേജ് കൊടുക്കുന്നുണ്ടല്ലേ ഔട്ട് ഓഫ് ഫുട്ബോൾ. അതെ. പിന്നെ അയാൾ കഠിനാധ്വാനിയാണ്, റിസ്ക് എടുക്കാൻ ഭയങ്കര താല്പര്യം. ഇപ്പോൾ മെസ്സിയെയും ക്രിസ്ത്യാനോയും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ മെസ്സി കുറേ കൂടി കംഫർട്ട് സോണിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ്. അയാൾക്ക് കുറേ സെൻറ്റിമെൻറ്റ്സും അയാളുടേതായ ഫീലിങ്സും. പക്ഷെ ക്രിസ്ത്യാനോ അങ്ങനല്ല. ക്രിസ്ത്യാനോ കഠിനാധ്വാനിയാണ്, റിസ്ക് എടുക്കാൻ ഭയങ്കര താല്പര്യമുള്ള ഒരാളാണ്. ഇപ്പോൾ ഖത്തർ വേൾഡ് കപ്പ് നേരിട്ട് അവിടെ കണ്ട ഒരാളും കൂടിയാണ് എന്നുള്ളത്. അന്ന് ഖത്തർ വേൾഡ് കപ്പ് കഴിഞ്ഞപ്പോൾ അയാൾ എന്തായാലും ഇനി കളിക്കില്ല എന്നൊരു തോന്നലും വിലയിരുത്തലൊക്കെ അന്നും നമുക്കുണ്ടായിരുന്നത്. അന്ന് 37 അല്ലേ, 37 ആണ്. അപ്പം അടുത്ത തവണ അയാൾ, കാരണം അങ്ങനെ പറയാനുള്ളൊരു കാരണം ആ ടീമിൽ ഒട്ടും അയാൾ സെറ്റായിരുന്നില്ല, മറ്റ് താരങ്ങളുമായിട്ടൊന്നും ജെല്ലായിരുന്നില്ല. അയാൾ ഒരുപാട് അസ്വാരസ്യങ്ങളിലൂടെയാണ്, ആഭ്യന്തര സംഘർഷങ്ങളിലൂടെയാണ് ആ സമയം അയാൾ കടന്നുപോയത്. കോച്ചുമായിട്ടുള്ള ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ. അപ്പോൾ അയാൾക്ക് ഇനി അയാളുടെ ആഗ്രഹ പൂർത്തീകരണത്തിൽ അല്ലെങ്കിൽ സ്വപ്ന സാഫല്യത്തിന് അയാൾക്കൊരു വേൾഡ് കപ്പും കൂടി ഉണ്ടാവുമോ, അയാൾക്ക് ഇനി ഒരു തിരിച്ചുവരവ് സാധ്യമാണോ എന്നൊക്കെ അന്ന് നമ്മൾ ചർച്ച ചെയ്താണ്. പക്ഷേ അയാൾ തിരിച്ചു വന്നു. അപ്പോൾ നമ്മൾ മെസ്സിയെ ഒക്കെ പറഞ്ഞ പോലെ അയാൾ യെസ് അല്ലെങ്കിൽ നോ എന്ന് പറയുന്നത് വരെ അയാളല്ലാത്ത മറ്റൊരു ഫോർമേഷനെ കുറിച്ചൊരു പക്ഷേ ഒരു കോച്ചിനും ചിന്തിക്കാൻ കഴിയാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഈ ഫുട്ബോൾ മൈതാനം ഈ നിമിത്തങ്ങളുടെയും നിയോഗങ്ങൾക്കൊക്കെ ആവോളം സ്പേസ് കൊടുക്കുന്ന ഒരു ഫീൽഡാണല്ലോ. അങ്ങനെയാണ് ഫുട്ബോളിൻ്റെ ഹിസ്റ്ററി, അങ്ങനെയാണ് വേൾഡ് കപ്പ് ഫുട്ബോളിൻ്റെ പ്രത്യേകിച്ച് ഹിസ്റ്ററി. അപ്പോൾ അയാൾ ഇത്രയും കാലം കാത്തു നിന്നത് വെറുതെ ആവില്ല എന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം ലയണൽ മെസ്സിയുടെ കാര്യത്തിലും അത് തന്നെയാണല്ലോ സംഭവിച്ചത്. ഇപ്പം 2015 16 കോപ്പ കഴിഞ്ഞ് അയാൾ ഇറങ്ങിപ്പോകുമ്പോൾ, 2018 വേൾഡ് കപ്പ് കഴിഞ്ഞ് വലിയ ദുരന്തം കഴിഞ്ഞ് ഇറങ്ങിപ്പോകുമ്പോൾ 2021 കോപ്പ കളിക്കാൻ അയാൾ വരുന്നു. ഓരോ ഉറപ്പില്ലായിരുന്നു. 2021 കോപ്പ ജയിക്കുന്നു, 2022 വേൾഡ് കപ്പ് ജയിക്കുന്നു. അപ്പം ക്രിസ്ത്യാനോ റൊണാൾഡോയോടും കാലത്തിന് പൂർത്തീകരിക്കേണ്ട ചില നീതിയും ബാധ്യതയും ഒക്കെ ഉണ്ട്. അതായത് ഫുട്ബോൾ കംപ്ലീറ്റ് ആവണം എന്നുള്ളത് കൊണ്ട് ഞാൻ വിചാരിക്കുന്നു ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക്
ഈ വേൾഡ് കപ്പിൽ എന്തൊക്കെ ആൾക്ക് വേണ്ടി കാത്തു വെച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ഇപ്പോൾ ഇനീഷ്യൽ റൗണ്ടിൽ ഗ്രൂപ്പ് റൗണ്ടിൽ കാര്യമായ വെല്ലുവിളികളൊന്നുമില്ല. പക്ഷേ നോക്കൗട്ടിലേക്കും ക്വാർട്ടറിലേക്കും പോകുമ്പോൾ കാര്യമായ വെല്ലുവിളികളുണ്ട്. ഇന്നലെ 70 മിനിറ്റ് അയാൾ കളിച്ചു. എനിക്ക് തോന്നുന്നു അയാളുടെ ഒരു സാന്നിധ്യം ആ ടീമിൽ, അതിൻ്റെ അനിവാര്യത അയാൾ ഇന്നലെ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പം അയാളില്ലാത്ത ഒരു ഫോർമേഷനെ കുറിച്ച് റോബർട്ടോ മാർട്ടിനസ് ചിന്തിക്കുന്നുമില്ല. അപ്പോൾ 2022 കൂടുതൽ ബെർണാഡോ സിൽവയും ബ്രൂണോയും ഒക്കെ അയാളായിട്ട് കുറേ കൂടി ജെല്ലായി കളിക്കാൻ കഴിയുന്ന ഒരു അവസ്ഥ ഇപ്പോൾ ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് ഈ വേൾഡ് കപ്പിൽ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കുറച്ച് സാധ്യത ഞാൻ കാണുന്നുണ്ട്. ഞാൻ സഫാൻ ഖാൻ്റെയിലേക്ക് വരാം. ഈ സെയിം ക്വസ്റ്റ്യൻ തന്നെ. അതായത് ഇപ്പോൾ ഈ 4ാം ക്ലാസ്സിലെ പിള്ളേരെ പ്രായം എന്ന് പറയുമ്പോൾ ഇപ്പം റൊണാൾഡോ റയൽ മാഡ്രിഡ് വിട്ടുപോയൊരു ടൈം നമുക്ക് ആലോചിക്കാം. യുവൻഡസിലോട്ട് പോകുന്നു. ആ ഒരുക്കെ ടൈം ആകുമ്പോഴത്തേന് റയൽ മാഡ്രിഡിൻ്റെ അത്ര പെർഫോമൻസ് ഈ പറയുന്ന യുവൻഡസിലോ ഇനിയിപ്പോൾ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് വരട്ടെ യുണൈറ്റഡിലോ, പിന്നെ പോയത് അൽ നാസറാണ്. സൗദി പ്രോ ലീഗൊക്കെ എത്രത്തോളം ആളുകൾ കാണുന്നുണ്ടെന്ന് നമുക്കറിയില്ല. പക്ഷെ അവിടെയും ഫാൻസായിട്ട് നിൽക്കുന്ന ഈ 4ാം ക്ലാസ്സിലെ കുട്ടികളാണ്. അവരിപ്പോൾ റയൽ മാഡ്രിഡിൻ്റെ കളി ആ ടൈമിൽ അവർ ജനിച്ചൊരു 3-4 വയസ്സ് മാക്സിമം ആയിട്ടുണ്ടാവുന്ന ആ പ്രായത്തിലുള്ള കുട്ടികളാണ് ഇത്രയും CR7 ഫാൻസായിട്ട് നടക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഇനിയിപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇൻ്റർനാഷണൽ ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിലും അത്ര തന്നെ 2022 അവരത്ര തന്നെ പെർഫോം ചെയ്തിട്ട് പോർച്ചുഗലിൽ എത്താൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിലും CR7 എന്താണ് ആക്ച്വലി കൊടുക്കുന്നത്? ഔട്ട് ഓഫ് ഫുട്ബോൾ എന്തെങ്കിലും ഈ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? അതോ ഈ കളി കണ്ടിട്ടുള്ള ഭ്രാന്ത് തന്നെയാണോ കുട്ടികളുടെ മുമ്പിൽ CR7? അതല്ലെങ്കിൽ ഫുട്ബോളിനപ്പുറം ഒരു മെസ്സേജ് CR7 കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ടോ? നമ്മൾ ഈ കേരളത്തിലെ ഫുട്ബോൾ ഫാൻസ് നോക്കുമ്പോൾ ട്രഡീഷണലി നമ്മൾ അർജൻറ്റീന ബ്രസീൽ എന്നാണ് പറയാറുള്ളത്. പക്ഷെ നമ്മൾ ഈ വർഷത്തെ ഒരു ഓളം നോക്കിയാൽ ഓഫ് കോഴ്സ് ഒരു തേർഡ് അല്ലെങ്കിൽ ആ തേർഡ് 3 മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം. അപ്പോൾ നമ്മുടെ തന്നെ ഒരു എക്സ്പീരിയൻസ്, നമ്മളിവിടെ ഒരു വീഡിയോ കോൺടെക്സ്റ്റ് വെച്ചു, റീൽ കോൺടെക്സ്റ്റ് വെച്ചു. അതിൽ ഏറ്റവും കൂടുതൽ വന്നത് പോർച്ചുഗലിൻ്റെ ആണ്. അതിൽ തന്നെ CR7 ആണ് ഓൾമോസ്റ്റ് എല്ലാം വന്നിട്ടുള്ളത്. അതുപോലെ നമ്മൾ ഇന്നലെ ഒരു കോളേജിൽ നമ്മളൊരു ഷൂട്ടിന് പോയി, ഫറൂഖ് കോളേജിൽ ഷൂട്ടിന് പോയി. ഇപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഒരു പക്ഷേ എണ്ണ എടുത്താൽ CR7 ഫാൻസാണ്. അതും ആ ഒരു ഏജ് ഗ്യാപ്പ് നമുക്കറിയാലോ, 20 വയസ്സിൽ താഴെയുള്ളവരാണ്. അതായത് CR7 എന്ന് പറയുന്ന മനുഷ്യൻ ഒറ്റയ്ക്ക് ഒരു അർജൻറ്റീന ബ്രസീൽ ഇത്ര കാലം ഉണ്ടാക്കിയ ലെഗസി കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, CR7 എന്ന് പറയുന്നത് കളിക്കപ്പുറത്തേക്കും ഒരു ഐക്കണാണ്, ഒരു ലൈക്ക് എ മോട്ടിവേഷണൽ ഫിഗർ എന്നൊക്കെ പറയുള്ളൂ. ഞാൻ ഇപ്പോൾ ഈ മമ്മൂട്ടി മോഹൻലാൽ എന്ന് പറയുന്ന പോലെയാണ് മെസ്സി CR7 എന്നാണ് എനിക്ക് തോന്നാറുള്ളത്. മോഹൻലാൽ മോർ ലൈക്ക് മെസ്സി. കംഫർട്ട് സോൺ ഉണ്ട്, ജന്മനാ ടാലൻ്റാണ്, എന്നാൽ എല്ലാം ചെയ്യും. CR7 മോർ ഒരു പൊരുതി എടുക്കുന്നതാണ്. ടാലൻ്റ് ഇല്ല എന്നുള്ളതല്ല, അദ്ദേഹം കുറച്ചും കൂടി മറ്റുള്ളവർക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്നത് ഇദ്ദേഹത്തിന് കുറച്ചും കൂടി കഠിനാധ്വാനം ആവശ്യമുള്ളതാണ്. അപ്പോൾ നമ്മൾ ഈ CR7 കുറിച്ച് പറയുമ്പോൾ CR7 ഓഫ് കോഴ്സ് വേൾഡിലെ എക്കാലത്തെയും മികച്ച ഫുട്ബോളേഴ്സിലാണ്. പക്ഷേ CR7 വേൾഡ് കപ്പിൽ ലെഗസി ഉണ്ടോ എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് ഇത്രയും കാലത്തെ പെർഫോമൻസ് എടുത്താൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. CR7 ഫാൻസ് എങ്ങനെയാണ് എടുക്കുക എനിക്കറിയില്ല. കാരണം ഞാനൊക്കെ ഒരു ആദ്യമായിട്ട് വേൾഡ് കപ്പ് കണ്ടു തുടങ്ങുന്നത് 2006 മുതലാണ്. അപ്പോൾ ആ 2006 മുതൽ തന്നെയാണ് CR7 ഒരു ഐക്കണായിട്ട് വരുന്നത്. അന്ന് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ പ്ലെയർ ആയിരുന്നു. അലക്സ് ഫെർഗ്യൂസൻ്റെ വെയിൻ റൂണി, ക്രിസ്ത്യാനോ റൊണാൾഡോ എന്ന് പറയുന്നത് വലിയൊരു സംഘമായിരുന്നു. ഇവരായിരുന്നു അന്നത്തെ കീ പ്ലേയേഴ്സ്. അപ്പോൾ 2006 ലോകകപ്പിലേക്ക് വരുമ്പോൾ അന്ന് പോർച്ചുഗൽ കുറച്ചുകൂടി നല്ല ടീമുള്ളൊരു സമയമായിരുന്നു. ഒരു പക്ഷേ പോർച്ചുഗലിൻ്റെ ഇപ്പോൾ ഉള്ളതിൻ്റെ ഒരു മുമ്പുള്ളൊരു ഗോൾഡൻ ജനറേഷൻ ആയിരുന്നു അത്. ഈ ലൂയിസ് ഫിഗോ, ഡെക്കോ എന്നൊക്കെ പറയുന്ന വലിയ സ്ക്വാഡ് ഉണ്ടായിരുന്നു. അന്ന് അവർ സെമി വരെ മുന്നേറി. ആ വേൾഡ് കപ്പിലാണ് നമ്മൾ ആദ്യമായിട്ട് CR7 കാണുന്നത്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, അന്ന് ഇറാനുമായിട്ടുള്ള ഒരു കളിയിലാണ് CR7 ഒരു പെനൽറ്റി ഗോൾ അടിച്ചു. ഞാനൊക്കെ അന്നൊരു പോർച്ചുഗൽ ജേഴ്സിയിൽ റൊണാൾഡോയുടെ കളി ആദ്യമായിട്ട് കാണുന്നത് അന്നാണ്. പിന്നീട് അദ്ദേഹം അന്ന് വലിയ വാർത്തകൾ നിറയുന്നു. അന്നൊരു വിവാദപരമായ മത്സരം ഉണ്ടായിരുന്നു, നെതർലൻഡ്സ് പോർച്ചുഗൽ. നമ്മൾ ബാറ്റിൽ ഓഫ് ന്യൂറംബർഗ് എന്ന് പറയുന്ന ഭയങ്കര ഇഞ്ചുറീസ് പിറന്നൊരു മത്സരം ഉണ്ടായിരുന്നു. അന്ന് റൊണാൾഡോയെ ആദ്യം ഒരു നെതർലൻഡ്സ് പ്ലെയർ, ഖാലിദ് എന്താ പേര് പൂർണ്ണമായിട്ട് കിട്ടുന്നില്ല, ആദ്യം റൊണാൾഡോയെ ഫോളോ ചെയ്തിടത്തുനിന്നാണ് ആ യുദ്ധം മൊത്തം തുടങ്ങുന്നത്. പിന്നീടും അന്ന് വീണ്ടും വിവാദം ഉണ്ടാകുന്നത് ഇംഗ്ലണ്ടും പോർച്ചുഗലായിരുന്നു. ആ 2006 ലോകകപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടിയത്. അന്ന് ഒരു മത്സരത്തിൻ്റെ നിർണായക നിമിഷത്തിൽ വെയിൻ റൂണിക്ക് ചുവപ്പ് കാർഡ് കിട്ടുന്നത്. അപ്പോൾ വെയിൻ റൂണി ചുവപ്പ് കാർഡ് കിട്ടുമ്പോൾ CR7 അതിന് റഫറിയോട് ഇവന് റെഡ് കൊടുക്കണം എന്ന് പറയുന്നത് ടി വിയിലൊക്കെ ഒന്ന് രംഗമുണ്ടായിരുന്നു. അന്നത് ഭയങ്കര വിവാദം ഉണ്ടായി. കാരണം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരുമിച്ച് കളിക്കുന്ന ഭയങ്കര സിങ്കായിട്ടുള്ള 2 പ്ലേയേഴ്സ് ആയിരുന്നു. അത് വലിയ വിവാദം ഉണ്ടാക്കി. പ്രത്യേകിച്ചും ഇംഗ്ലണ്ടിനെതിരായതുകൊണ്ട് തന്നെ ബ്രിട്ടീഷ് മീഡിയാസ് വലിയ രീതിയിൽ അത് വാർത്തയാക്കി. പിന്നെ CR7 ഇനി ഇംഗ്ലണ്ടിലേക്ക് മടങ്ങി വരില്ല എന്നുള്ള രീതിയിൽ വരെ വാർത്തകളുണ്ടായിരുന്നു. പിന്നീട് പോർച്ചുഗൽ സെമിയിലെത്തിയെങ്കിൽ അവിടെ നിന്ന് തോൽക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ 2006 വേൾഡ് കപ്പ് CR7 അവിടെ തീർന്നു. പക്ഷേ പിന്നീട് 2010 എത്തുമ്പോൾ നമ്മൾ കാണുന്നത് ആ 2006 ഗോൾഡൻ ജനറേഷൻ ഓൾമോസ്റ്റ് പോയി പോർച്ചുഗലിൽ നിന്ന്. ഓൾമോസ്റ്റ് അതൊരു CR7 ആർമി എന്നുള്ള രീതിയിലാണ് 2010 വരുന്നത്. 2010 കുറിച്ച് പറയുമ്പോൾ അന്ന് റൊണാൾഡോ നല്ല ഫോമിലാണ്. കാരണം 2009 അദ്ദേഹം റയലിലെത്തുന്നത്.
ആ ഒരു ഓറയിലാണ് അത് 2010 വരുന്നത്. പക്ഷേ ഭയങ്കര ഡിസാസ്റ്റർ പെർഫോമൻസ് ആയിരുന്നു വേൾഡ് കപ്പിൽ പോർച്ചുഗൽ ആകെ നടത്തിയത്. അന്ന് ഉത്തര കൊറിയ എന്നുള്ള ഒരു താരതമ്യേന ചെറിയ ടീമിനായിട്ട് 7 ഗോളുകളായിരുന്നു നേടി. അന്ന് CR7 ഒരു ഗോൾ നേടി. പക്ഷേ അന്ന് ബ്രസീലും പോർച്ചുഗലും ഒരു ഗ്രൂപ്പിലാണ്. അന്ന് അവർ ഗോൾ ചെയ്ത സമനിലയിൽ പിരിഞ്ഞു. പിന്നീട് പ്രീ ക്വാർട്ടറിലെത്തിയപ്പോൾ സ്പെയിനോട് പോർച്ചുഗൽ തോറ്റു. അങ്ങനെ 2010 ലോകകപ്പിലും ഒരു ഗോളിനപ്പുറത്തേക്ക് CR7 അത്ര ഇമ്പാക്റ്റ് ഇല്ല. റൗണ്ട് ഓഫ് 16 പോയി. പിന്നെ 14 വരുമ്പോഴും അങ്ങനെയാണ്. 14 വരുമ്പോഴാണ് CR7 കരിയറിൻ്റെ പീക്ക് ഫോമിലാണ്. ബാലൻഡിയോർ എന്ന് പറയുന്ന സംഭവമുണ്ട്. ഈ മെസ്സി ക്രിസ്ത്യാനോ 2 ധ്രുവങ്ങൾ പോരും നടക്കുന്നതാണ്. ഒരു തലത്ത് മെസ്സി ബാഴ്സ, മറുവശത്ത് CR7 റയൽ മാഡ്രിഡ് എന്ന് പറയുന്നത്. പക്ഷേ 14 ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. പക്ഷേ ആ 14 ലോകകപ്പിന് തൊട്ട് മുമ്പ് എന്തോ CR7 എന്തോ ഒരു ചെറിയൊരു പരിക്ക് പറ്റി. അതുകൊണ്ട് തന്നെ അദ്ദേഹം ഫുൾ ഫോമിലല്ല കളിച്ചതെന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പിന്നീട് 2018 എത്തുമ്പോഴാണ് കുറച്ചുകൂടി പോർച്ചുഗൽ 14-10 വെക്കുമ്പോൾ കുറച്ചുകൂടി നല്ല സ്കോഡായിരുന്നു പോർച്ചുഗൽ ഉണ്ടായിരുന്നത്. കാരണം 2016 യൂറോ ചാമ്പ്യന്മാരായിരുന്നു. കുറച്ചുകൂടി ഹോപ്പ് ഉണ്ടായിരുന്നു. അന്നും ഈ പറഞ്ഞ പോലെ റയലിലാണ് അന്നും CR7 കളിക്കുന്നത്. ആ വേൾഡ് കപ്പാണ് ഒരു പക്ഷേ ക്രിസ്ത്യാനോയുടെ ബെസ്റ്റ് വേൾഡ് കപ്പ് എന്ന് പറയാം. കാരണം ആ ഒരൊറ്റ മത്സരം മതി. ആ സ്പെയിനെതിരെ നമുക്കറിയാലോ, ഇപ്പോഴും ഒരു പക്ഷേ ഏറ്റവും റീലിൽ നിന്നും ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു മത്സരമാണ്. അന്ന് 3 ഗോളുകൾ തന്നെ ഫ്രീ കിക്ക്. CR7 ബെസ്റ്റ് വേൾഡ് കപ്പ് 2018 ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നീട് 2022 എത്തുമ്പോൾ വീണ്ടും നിരാശയുടെ പടുകുയിലാണ് ആ ടൂർണമെൻറ്റ്. കാരണം അന്ന് നേരത്തെ സേഫ് പറഞ്ഞ പോലെ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുന്ന കാലമാണ്. ഈ ബ്രൂണോ ഫെർണാണ്ടസുമായിട്ട് അന്ന് അവിടെ ചില അസ്തവരസങ്ങളുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ ബെഞ്ചിലായിരുന്നു. പിന്നീട് അന്ന് പോർച്ചുഗൽ കോച്ച് സാൻഡോസിൻ്റെ പേരല്ലേ, സാൻഡോസുമായിട്ട് പ്രശ്നങ്ങൾ, അങ്ങനെ ബെഞ്ചിലിരിക്കുന്നു. അങ്ങനെ ആകെ മൊത്തം ഒരു സങ്കട ലോകകപ്പാണ് CR7. ഒരു വശത്ത് അദ്ദേഹത്തെ ഒരുപാട് പേര് ട്രോളുന്നു, മറുവശത്ത് അന്ന് നമ്മുടെ നാട്ടിലൊക്കെ കുറേ റീലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. മറ്റേ റമദാപ്പള്ളി എന്നൊക്കെ നമ്മൾ പരിഹസിക്കുന്ന സംഭവമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ CR7 എന്തുകൊണ്ട് ഫാൻസ് എന്ന് ചോദിച്ചാൽ, ഒന്ന് അദ്ദേഹം കളിക്കപ്പുറത്തേക്ക് ഇൻഫ്ലുവൻസ് ഉണ്ട്. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് അയാളാണ് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റാഗ്രാമിലെ മനുഷ്യൻ. ഫുട്ബോളർ മാത്രമല്ല, ഏറ്റവും വലിയ സെലിബ്രിറ്റി എന്നുള്ളതാണ്. അത് ഒന്ന് അദ്ദേഹത്തിൻ്റെ മെസ്സിയെ നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് ഒരു എന്താ പറയുക, മജീഷ്യൻ, മിഷിഹ ആ ഒരു ടൈപ്പിലാണെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ CR7 നമ്മൾ വേറൊരു ആംഗിളിലാണ് നമ്മൾ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത്. ഒരു അടങ്ങാത്ത പോരാട്ടം. അതായത് എനിക്ക് തോന്നുന്നു അതെ, ഈ പിള്ളേർക്കൊക്കെ കുറച്ചും കൂടി ആവേശം കിട്ടുന്നത്, മെസ്സിക്ക് നമ്മൾ അതിനർത്ഥം പിള്ളേരുടെ ഡിഫൻസ് ഇല്ല എന്നല്ല കേട്ടോ, അതോടൊപ്പം തന്നെ നമ്മൾ എന്തുകൊണ്ട് CR7 നിൽക്കുന്നു എന്നുള്ളതാണ് ചോദിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ CR7 പിക് ടൈം കളി കണ്ടിട്ടില്ലെങ്കിലും CR7 കളിച്ചതൊക്കെ ഈ പറഞ്ഞ ഏറ്റവും ടെക്നോളജി ഉള്ള കാലത്താണ്, പെലെയൊന്നും പോലെ അല്ലല്ലോ. അതുകൊണ്ട് തന്നെ ഈ റീൽസ് നമ്മൾ എടുത്താൽ ഏറ്റവും രസം CR7 റീൽ കാണാനാണ്. കാരണം എല്ലാ ക്യാരക്ടേഴ്സും അദ്ദേഹത്തിന് യോജിക്കും. ഒന്ന് ഈ പറഞ്ഞ പോലെ കർണൻ, ഈ തൊറ്റുപോയ കർണൻ്റെ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് റീല് നമ്മുടെ ഇതിൽ വരാറുണ്ട്. അതുപോലെ ഈ പറഞ്ഞ പോലെ റമദാപ്പള്ളി പോലത്തെ, അതായത് നമ്മളൊരു സൈക്കോളജിക്ക് തന്നെ അങ്ങനെയാണല്ലോ. അങ്ങനെ എല്ലാം ജയിച്ച് നിൽക്കുന്നവനേക്കാൾ ഇഷ്ടം ഇങ്ങനെ കുറച്ചൊക്കെ ഇങ്ങനെ തോറ്റ് നിൽക്കുന്ന ഉണ്ടല്ലോ. പിന്നെ നമ്മൾ പൊതുവേ ഒരു ട്രെൻഡും കൂടിയാണ്, ഒരു സംതിങ് വില്ലനിസം പോലത്തെ ഒരു ക്യാരക്ടറിനോടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ സിനിമയിലായാലൊക്കെ അപ്പോൾ നമ്മളങ്ങനെ വില്ലന്മാരെ എന്താ CR7 വില്ലനാന്നല്ലട്ടെ ഞാൻ പറഞ്ഞു വരുന്നത്, ആ ഒരു ടൈപ്പ് ആളുകൾ, എന്തോ സംതിങ് ലോസ് ആയ ഒരാളോടുള്ള ഒരു ഇഷ്ടം. പിന്നെ അദ്ദേഹം ഓഫ് കോഴ്സ് ഒരു ഐക്കണാണ്. ഒരു മെസ്സിയേക്കാളൊക്കെ ഒരു ഫാഷൻ അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എന്നുള്ള രീതിയിൽ അദ്ദേഹം കുറച്ചുകൂടി ഐക്കണാണ്, ഫിസിക്കാണ്. പിന്നെ അദ്ദേഹം ഉണ്ടെങ്കിൽ പിന്നെ കുറേ വാർത്തകളുണ്ടാവും. ഇപ്പോൾ 2021 യൂറോയിലാണ് അദ്ദേഹം ഒരു കൊക്കക്കോളയുടെ ബോട്ടിൽ മാറ്റി. എനിക്ക് തോന്നുന്നു ആ യൂറോ നമുക്ക് ഓർമ്മയില്ലെങ്കിൽ ആ സംഭവം ഓർമ്മയുണ്ടാവും. അത് വലിയ മൂപ്പരുണ്ടെങ്കിൽ അതൊരു വാർത്തയായിരിക്കും, മൂപ്പര് കളിച്ചാൽ വാർത്തയായിരിക്കും, ഇപ്പോൾ ബെഞ്ചിൽ ഇരുന്നാൽ അത് അതിനേക്കാൾ വലിയ വാർത്തയാണ്. അങ്ങനെ ആകെ മൊത്തം ഒരു വാർത്തയാണ്. ഇതിന് CR7 ഫാൻസ് എല്ലാവരും പോർച്ചുഗൽ ഫാൻസാണ് നിങ്ങൾക്ക് തോന്നുന്നില്ല. നമ്മൾ മറ്റേ ചെന്നൈയിൽ ധോണിയുടെ കാര്യം പറയുന്ന പോലെയാണ്, ഒരാൾ ഔട്ടാവാൻ വേണ്ടി പ്രാർത്ഥിക്കും, ധോണി ഇറങ്ങാന്ന് പോലെ. അതുപോലെ തന്നെയാണ് ഇവരൊക്കെ അവനെ ചതിച്ചവരാണെന്ന്. ബ്രൂണോ ഫെർണാണ്ടസിന് ഇത്ര ഹൈറ്റ് കിട്ടാൻ കാരണം റൊണാൾഡോയുമായിട്ട് ചതിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പം അങ്ങനെ ആകെ മൊത്തം ഒരു തുകയെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം എനിക്ക് ഫീൽ ചെയ്തൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ ഒരു വെറും ഫുട്ബോൾ പെർസ്പെക്റ്റീവ് നമ്മൾ നോക്കുകയെന്ന് വിചാരിക്കുക, ഇപ്പോൾ ലയണൽ മെസ്സിനെ പോലത്തെ ഒരു പ്ലെയറിനെ നമ്മൾ കമ്പയർ ചെയ്യണേ, അല്ലെങ്കിൽ റൊണാൾഡോയെ പോലത്തെ ഒരു പ്ലെയറിനെ കമ്പയർ ചെയ്യണേ. ഇപ്പോൾ ഈ ഒരു ഫുട്ബോളർ ആവണം എന്ന് ആസ്പയർ ചെയ്ത് വരുന്ന ഒരുപാട് നമ്മുടെ നാട്ടിൽ തന്നെ ചെറിയ കുട്ടികളുണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ മെസ്സിനെ പോലെ, ഇത് ഒരാൾ പറഞ്ഞപ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കുന്നത്. ഇപ്പോൾ മെസ്സിനെ പോലെ ആവണം എന്ന് ഒരു കുട്ടി ആഗ്രഹിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം ആ കുട്ടിക്ക് പോസിബിളാവും. അതായത് മെസ്സി ചെയ്യുന്ന പോലെ ഗ്രൗണ്ടിൽ എത്രത്തോളം അതേ വിഷനിൽ അതേ രീതിയിൽ ചെയ്യാന്ന് പറയുന്നത്, പല ആൾക്കാരും അതിനെ റൊമാൻറ്റിസൈസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈ രീതി തന്നെയാണ്. മെസ്സി ചെയ്യുന്ന ഔട്ട് ഓഫ് വേൾഡ് ആണ്, ഒരു ഏലിയൻ ചെയ്യുന്ന പോലത്തെ പരിപാടികളാണ് ആൾ ചെയ്യുന്നതെന്നുള്ള രീതിയിലാണ് അതിനെ പറയുന്നത് തന്നെ. അപ്പോൾ ആ ഒരു പേഴ്സ്പെക്റ്റീവ് ഒരു സൈഡിലുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ ഒരു കുട്ടി റൊണാൾഡോയെ പോലെ ആവണം അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പ്ലെയറിനെ റോൾ മോഡലാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ആ കുട്ടിക്ക് ഒന്നും കൂടെ
ആ ഒരു രീതിയിലോട്ട് അല്ലെങ്കിൽ ആ ഒരു പാത്ത് വേയിലോട്ട് പോകാൻ ഒന്നും കൂടെ സുഖമാണ്. ആളെ റോൾ മോഡലാക്കിയിട്ട് ആൾ ചെയ്യുന്ന കാര്യങ്ങൾ, പിന്നെ മെസ്സിക്ക് അപ്പുറം ആൾ ചെയ്യുന്ന ട്രെയിനിങ്സിനെ കുറിച്ചും ആൾ എടുക്കുന്ന എഫേർട്ടിനെ കുറിച്ചും ഹാർഡ് വർക്കിനെ കുറിച്ചൊക്കെ ഒരുപാട് ത്രൂ മീഡിയ ഒരു പുഷ് കൊടുക്കുന്ന ആളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ ഒരു കുട്ടി വിചാരിക്കുകയാണെങ്കിൽ ഐ വോണ്ട് ടു ബിക്കം എ ഫുട്ബോളർ ആൻഡ് റൊണാൾഡോയെ റോൾ മോഡലാക്കി കാണുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒരു പുഷ് കൊടുത്ത് അല്ലെങ്കിൽ ഒരു കറക്റ്റ് പാത്ത് വേ ആൾക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഫാൻഡം ഒരു റൊണാൾഡോ ബേസിലോട്ട് ഒരു ചെറിയ യൂത്ത് ഐക്കൺസ് വരുന്നെന്നുള്ളതാണ് എനിക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുള്ളത്. ഈ റൊണാൾഡോയുടെ പേരിലേ കുറെ സ്റ്റോറീസ് ഉണ്ട്, കുറെ ഒന്നും സത്യമല്ലെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ ഈ ഭയങ്കര ആന്റി എന്താ പറയാ സാമ്രാജ്യത്വ ആളാണ്, അങ്ങനെയൊക്കെ കുറെ സ്റ്റോറി. പുള്ളിയുടെ സാമൂഹിക ഇടപെടലുകളൊക്കെ സാമൂഹിക ഇടപെടലുണ്ട്. പക്ഷേ അത് ഈ ചെറിയ 4ാം ക്ലാസ് പിള്ളേർക്ക് ഇപ്പോൾ സാമൂഹിക ഇടപെടലൊന്നും ഒരു വിഷയമല്ലല്ലോ. അയാള് സാമ്രാജ്യത്വ വിരുദ്ധ അയാളുടെ നിലപാടുകൾ, പക്ഷെ അതൊക്കെ എത്രത്തോളം സത്യമാണ് എന്നുള്ളതും കൂടി എനിക്ക് സംശയമുണ്ട്, ഈ സാമ്രാജ്യത്വ വിരുദ്ധ നിലപാടൊക്കെ. പിന്നെ പുള്ളി സോഷ്യൽ മീഡിയയിൽ പുള്ളിയുടേതായ ഒരു ബ്രാൻഡ് ബിൽഡിങ് കാര്യമായി നടത്തുന്ന ഒരാളാണ്. അതിന് നല്ല ടീം പുള്ളിക്കുണ്ട്. അല്ലെ, മെസ്സിക്ക് പക്ഷെ ആ ടീം പുള്ളി അതിലൊന്നും ഒരു ശ്രദ്ധയും കൊടുക്കാത്ത ഒരാളാണ്. കളിച്ച് വീട്ടിൽ പോവുക, വീട് കളി, ഗ്രൗണ്ട് എന്നതിനപ്പുറത്തേക്ക് വേറെ ചിന്തയൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായി ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ ഗസയുടെ ഇഷ്യൂ, ഗസയും ഇപ്പോൾ നടക്കുന്ന വാറിൻ്റെ ഒക്കെ പശ്ചാത്തലത്തിൽ നടക്കുന്ന ഒരു വേൾഡ് കപ്പും കൂടിയാണല്ലോ. അപ്പോൾ ആളുകൾ അതിനൊക്കെ കണക്ട് ചെയ്യുന്നുണ്ട്. ലയണൽ മെസ്സിയുടെ അർജൻറ്റീന ഗസയിൽ ഇസ്രായേലും അമേരിക്കയും ആക്രമണം നടത്തുമ്പോൾ എവിടെയായിരുന്നു? ക്രിസ്ത്യാനോ റൊണാൾഡോ അങ്ങനെ ആയിരുന്നില്ല. പക്ഷേ ക്രിസ്ത്യാനോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ക്രിസ്ത്യാനോ അങ്ങനെ ചെയ്തിട്ടുണ്ടോ എന്നുള്ള ചോദ്യം ഇപ്പോഴും അവിടെ ഉണ്ട്. പക്ഷേ ക്രിസ്ത്യാനോ മുമ്പെടുത്ത കുറച്ച് നിലപാടുകളുണ്ട്, ശരിയാണ്. അപ്പോൾ അത് കണക്ട് ചെയ്തിട്ട് സ്വാഭാവികമായി അയാളുടെ മനസ്സ് ഈ സമയവും പിന്നെ ഗസക്കൊപ്പമായിരിക്കും എന്ന് കണക്കൂട്ടി പ്രഡിക്ഷൻ നടത്തിയിട്ട് അങ്ങനെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തുന്ന ആളുകളുണ്ട്. മെസ്സിയെ സംബന്ധിച്ചിടത്തോളം മെസ്സിക്കിപ്പോൾ അയാൾ കളിക്കപ്പുറത്ത് ഗ്രൗണ്ടിനപ്പുറത്തേക്ക് ഒന്നിനെക്കുറിച്ചും ചിന്തിക്കാത്തൊരു മനുഷ്യൻ. അയാൾ അങ്ങനെയാണ്. എന്തിപ്പോൾ ചില ആളുകളുടെ കേസിൽ എന്താ ചെയ്യാൻ പറ്റുക? അയാൾ മറ്റൊരു കാര്യത്തെക്കുറിച്ച് അയാൾ ചിന്തിക്കുന്നില്ല. അയാളുടെ കളി സേഫ് സോൺ, ഇൻട്രോവേർട്ടാണ്, ഭയങ്കരമായിട്ട് ഇൻട്രോവേർട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ ചില ആളുകളുടെ കാര്യത്തിൽ അയാൾ ഇന്ന പോലെ ആവണം എന്ന് വാശി പിടിച്ചതുകൊണ്ട് കാര്യമില്ല. കളിയായും രാഷ്ട്രീയമായും കാണണം. അപ്പോൾ കുറേ കൂടി രാഷ്ട്രീയമായ ഇടപെടലുകൾ മുമ്പൊക്കെ ക്രിസ്ത്യാനോ നടത്തിയിട്ടുണ്ട്. പിന്നെ അയാൾ നേരെ ഒരു സ്പേസ് സെലക്ട്, അയാളുടെ ഒരു ചോയ്സ് സൗദി ആയിരുന്നല്ലോ. മെസ്സി നേരെ അമേരിക്കയിലേക്ക് പോകാൻ നോക്കുന്നു, അയാൾ സൗദി സെലക്ട് ചെയ്യുന്നു. അവിടെയൊക്കെ ആളുകൾക്ക് വേണമെങ്കിൽ സാധനങ്ങൾ കണ്ടെത്താം. പ്രൊമോട്ടും ചെയ്യുന്നുണ്ട്. സൗദി ഗംഭീരമായിട്ട് ആളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അദ്ദേഹം തിരിച്ചും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ നമുക്ക് ഈ ആളുകൾക്ക് ആരാധനയ്ക്ക് വേണ്ടി കാരണങ്ങൾ കണ്ടെത്താനുള്ള സ്പേസ് പുള്ളി ഇടുന്നുണ്ട്. ഒപ്പം ബ്രാൻഡ് ബിൽഡിങ്ങും നടക്കുന്നുണ്ട്. അതും കൂടി കാണണം. പിന്നെ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹം അതായത് ആദ്യം കളി തുടങ്ങി സ്റ്റാർ ആവുന്ന ക്രിസ്ത്യാനോയാണ് മെസ്സിയെ അപേക്ഷിച്ച്. പക്ഷേ മെസ്സി എത്രയോ ബാലൻഡിയോർ, അതായത് 2008 ക്രിസ്ത്യാനോ ബാലൻഡിയോർ നേടി. പിന്നീട് കണ്ടിന്യൂസ് മെസ്സി നേടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഓൾമോസ്റ്റ് വേൾഡ് ഇങ്ങനെ ഒറ്റ സർക്കിളിൽ തിരിയുമ്പോഴാണ് ഇയാൾ തിരിച്ച് കറക്കുന്നുണ്ടത്. ഒരു 2018 വരെ അത് ഇരുധ്രുവങ്ങളായിട്ട് അത് നിന്നിട്ടുണ്ട്. CR7 5 ബാലൻഡിയോർ ഒപ്പം എത്തിച്ചല്ലോ. പിന്നീടാണ് ഈ 2022 വേൾഡ് കപ്പ് ഒക്കെ വന്നതിന് ശേഷമാണ് മെസ്സി കുറച്ചുകൂടി ഈ ദ്വന്ദ്വ യുദ്ധത്തിലുണ്ടല്ലോ, ഈ രണ്ടുപേരും തമ്മിലുള്ള വാറ്, അത് ഭയങ്കര വൈകാരികമായിട്ടൊന്നും മെസ്സി എടുക്കാറില്ല. അതെ, പക്ഷെ ക്രിസ്ത്യാനോ അങ്ങനെയല്ല, ക്രിസ്ത്യാനോ എടുക്കാറുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പൊരുതി വരുന്നതിൻ്റെതാണ്, പിന്നിൽ നിന്ന് പൊരുതി വരുന്നതും. പലപ്പോഴും അയാളുടെ അങ്ങനത്തെ പ്രതികരണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? മെസ്സിയെ കുറിച്ചുള്ള എന്തൊക്കെയോ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഇങ്ങനെ ആറ്റിറ്റ്യൂഡാണ് അയാൾക്ക്, അങ്ങനെയാണ് അതിൽ പിടിച്ചേക്കാൻ കഴിയുള്ളൂ. അയാൾ അങ്ങനെയാണ്, ഇയാൾ ഇങ്ങനെയാണ് എന്നുള്ളതാണ് പ്രശ്നം. രണ്ടും അംഗീകരിക്കുക എന്നുള്ളത് മാത്രമേ. ഈ CR7 അപ്പുറത്തേക്ക് എൻ്റെ അഭിപ്രായത്തിൽ വേൾഡ് കപ്പിൽ ബെസ്റ്റ് 4 or 5 സ്ക്വാഡ് എടുത്തതെന്ന് പോർച്ചുഗലാണ്. എല്ലാ പൊസിഷനിലും വേൾഡ് ക്ലാസ് പ്ലേയേഴ്സ്. പോർച്ചുഗലിൻ്റെ ഒരു സ്ക്വാഡിൻ്റെ ഇപ്പോൾ അപ്പാർട്ട് ഫ്രം അവരുടെ എബിലിറ്റീസും കാര്യങ്ങളൊക്കെ നോക്കുന്നതിനപ്പുറത്തേക്ക് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കിട്ടുന്നൊരു ഇപ്പോൾ ഫുട്ബോൾ എന്നുള്ളൊരു ഗെയിമിൽ നമ്മുടെ ഒരു മെൻ്റൽ ഇമോഷൻ ഭയങ്കരമായിട്ട് ബാധിക്കുന്നൊരു ഫീൽഡാണല്ലോ ഫീൽഡ് കളിക്കുമ്പോഴും. അപ്പോൾ ഈ ചാമ്പ്യൻസ് ആയിട്ട് വരുമ്പോൾ ഉള്ളൊരു ടീം എന്ന് പറയുന്നത് അവരുടെ ആ ഒരു സ്ട്രെങ്ത് അല്ലെങ്കിൽ അവരുടെ ഒരു എനർജി വേറെ തന്നെ ആയിരിക്കും. ഇപ്പോൾ പോർച്ചുഗൽ സ്ക്വാഡ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ
ഓരോ പൊസിഷനിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ റുബൻ ഡിയാസ് ഡിഫെൻസിൽ ആള് ചാമ്പ്യനായിട്ട് പ്രീമിയർ ലീഗ് ചാമ്പ്യൻ അല്ലെങ്കിൽ പോലും മാഞ്ചസ്റ്റർ സിറ്റിയിലെ FA കപ്പും EFL-ഉം അടിച്ചിട്ടാണ് ആൾ വരുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ഈ പറയുന്ന റൊണാൾഡോ ആണെങ്കിൽ റൊണാൾഡോ വന്നിട്ട് അൽ നാസർ കപ്പടിക്കുന്ന സീസണാണിത്. അപ്പോൾ റൊണാൾഡോ ആ ഒരു ഇതിലാണ്. ഇനിയിപ്പോൾ ഫെലിക്സ് ആണെങ്കിലും റൊണാൾഡോൻ്റെ കൂടെ അൽ നാസറിലുണ്ടായിരുന്നു. സൗദി പ്രോ ലീഗിൽ ബെസ്റ്റ് പ്ലെയർ ആയിട്ടാണ് ഫെലിക്സ് വരുന്നത്. വിറ്റീന, ജാവോ നെവസ്. ഇപ്പോഴത്തെ ഈ ഒരു എനിക്ക് തോന്നുന്നു വേൾഡിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന 2 മിഡ്ഫീൽഡും ആണ് PSG-ത്തെ നെവസും വിറ്റീനയും. അപ്പോൾ ഈ വിറ്റീനി നെവസ് എന്ന് പറയുന്നത് ഇവർ PSG-യെ ഏറ്റവും ഹൈ ലെവലിൽ എത്തിച്ച 2 മിഡ്ഫീൽഡേഴ്സാണ്. അതായത് അവർ ചാമ്പ്യൻസ് ലീഗ് നേടിയപ്പോഴും പിന്നെ ഈ ഒരു സീസണിൽ നെവസാണ് എനിക്ക് തോന്നുന്നു ഫാബിയൻ റൂയിസിനൊക്കെ ഒരു പരിക്ക് പറ്റിയതിന് ശേഷമാണ് നെവസ് ആ ഒരു വരവ് സ്ക്വാഡിലൊരിടം കണ്ടെത്തുന്നത്. അതിനുശേഷം ഈ മിഡ്ഫീൽഡ് ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ചാമ്പ്യൻസ് ലീഗ് അവരടിക്കുന്നുണ്ട്, ലീഗ് 1 പിന്നെ ഓബ്വിയസ്ലി അവർക്ക് ഈസി ആയിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ 2 മിഡ്ഫീൽഡേഴ്സ് വരുന്നത്. അപ്പോൾ അവരുടെ മെൻറ്റാലിറ്റി, അതായത് അവർ ക്ലബ്ബിൽ കീപ്പ് ചെയ്യുന്ന ആ സെയിം ഒരു കോമ്പിനേഷൻ അല്ലെങ്കിൽ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് അവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു ഇതിലോട്ട് വരുമ്പോൾ കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഡാലോട്ടിനെ പോലത്തെ അല്ലെങ്കിൽ ബ്രൂണോ ഫെർണാണ്ടസിനെ പോലത്തെ ഇവർ ചാമ്പ്യൻസ് ആയിട്ടില്ല എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഒരു സെക്കൻഡ് ഹാഫ് ഓഫ് സീസണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് മൈക്കൽ കാരിക്കിൻ്റെ അണ്ടറിൽ എങ്ങനെ മുന്നേറി എന്നുള്ളത് നമുക്കറിയാം. ബ്രൂണോ ഫെർണാണ്ടസ്, തിയറേൻ്റെയും കെവിൻ ഡിബ്രൂയിൻ്റെ ഒക്കെ അസിസ്റ്റിൻ്റെ റെക്കോർഡ് മറികടന്നു. 21 ആ റെക്കോർഡിലോട്ട് ബ്രൂണോ ഫെർണാണ്ടസ് എത്തി. അപ്പോൾ ഈ ഒരു ചാമ്പ്യൻസ് മെൻറ്റാലിറ്റി ഈ വശത്ത് ബ്രൂണോ ഫെർണാണ്ടസിനുണ്ട്. ഇനിയിപ്പം ഈ ഒരു സൈഡിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബെർണാഡോ സിൽവ നമ്മൾ പറഞ്ഞു. പക്ഷേ ഇനി ഫുൾ ബാക്കിലോട്ട് വരികയാണെങ്കിൽ ന്യൂനോ മെൻഡസും ഒരു PSG പ്ലെയറാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ ഒരു സംഭവം, അതായത് ചാമ്പ്യൻസ് ആയി വരുന്ന റൊണാൾഡോയുടെ റോൾ എന്തായിരിക്കും എന്നാണ് എൻ്റെ റൊണാൾഡോയുടെ ഒരു റോൾ എന്ന് പറയുന്നത്, ഇപ്പോൾ നേരത്തെ സേഫ്ക പറഞ്ഞ പോലെ തന്നെ റൊണാൾഡോ എന്ന് പറയുന്ന പ്ലെയറിന് കൊടുക്കാൻ പറ്റുന്ന ഇനിയിപ്പം ഇൻസൈഡ് ദ ഗെയിം ഇമ്പാക്റ്റിനെക്കാട്ടിലും എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൊരു സംഭവം, ആളവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു ക്യാപ്റ്റൻ എന്ന നിലയ്ക്ക് ആൾക്ക് ടീം മെമ്പേഴ്സിന് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് സംഭവങ്ങളുണ്ട്. അത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുള്ളതാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോ എങ്ങനെയാണ് ആ ഒരു ടീമിനെ മോട്ടിവേറ്റ് ചെയ്യുന്നത് എന്നുള്ള ആ ഒരു ഫാക്ടർ. അപ്പോൾ എനിക്ക് തോന്നുന്നു റൊണാൾഡോ ഒന്നും കൂടെ ആ ഒരു ആസ്പെക്റ്റിൽ ഐ തിങ്ക് റൊണാൾഡോ ക്യാൻ എക്സീഡ്. ഇനി എത്രത്തോളം ഇമ്പാക്റ്റ് വരുത്തുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് വേൾഡ് കപ്പാണ്. കാരണം നമ്മൾ റൊണാൾഡോ ഇപ്പോൾ ക്ലബ്ബിൽ പെർഫോം ചെയ്യുന്നുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ ഒരു നേഷൻസ് ലീഗ് ആൾ പെർഫോം ചെയ്തെന്നുള്ളത് കറക്റ്റാണ്. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ വരുമ്പോൾ റൊണാൾഡോ ഇപ്പോൾ നോക്കൗട്ടിൽ ഗോൾ അടിക്കാത്തൊരു പ്ലെയറാണ് റൊണാൾഡോ വേൾഡ് കപ്പിൽ. അപ്പോൾ ഈ വേൾഡ് കപ്പിൽ ഇപ്പോൾ നേരത്തെ സേഫൊക്കെ പറഞ്ഞൊരു സംഭവമാണ്, അതായത് റൊണാൾഡോ ഒരു കപ്പടിക്കണം എന്നുള്ളത്, അതായത് ഫുട്ബോൾ ഒരു പൂർണ്ണതയ്ക്ക് എത്തണമെന്നുണ്ടെങ്കിൽ, കാരണം ഒരു 20 വർഷത്തോളം ഫുട്ബോളിനെ ഇതാക്കിയിട്ടുള്ള 2 പ്ലെയേഴ്സാണ് മെസ്സിയും റൊണാൾഡോ എന്ന് പറയുന്നത്. അപ്പോൾ ഫുട്ബോൾ ഒരു പൂർണ്ണതയ്ക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഒരു റൊണാൾഡോ ഫാക്ടർ ഒബ്വിയസ്ലി അവിടെ ഉണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാവും റൊണാൾഡോ ഉണ്ടാവുക എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ സ്ക്വാഡ് ഡെപ്ത് വൈസ് ഐ തിങ്ക് പോർച്ചുഗൽ ബ്രില്യൻ സ്ക്വാഡാണ്. ഇനിയിപ്പോൾ അവരുടെ ഡിഫൻസ് നോക്കുക, ഫുൾ ബാക്ക് നോക്കുക, മിഡ്ഫീൽഡ് നോക്കുക, അറ്റാക്കിംഗ് മിഡ്ഫീൽഡ് നോക്കുക, എല്ലാത്തിലും ഐ തിങ്ക് പോർച്ചുഗൽ ഇസ് ദി ബെസ്റ്റ്. എന്നുവെച്ചാൽ പോർച്ചുഗലിന് ഒരു ട്രോഫി നേടാൻ അയാളുടെ അനിവാര്യമൊന്നുമല്ല, പക്ഷേ അയാളുടെ ഒരു ഇമോഷണൽ സാന്നിധ്യം അത് ആ ടീമിന് ഒരു ബൂസ്റ്റപ്പാണ്. പിന്നെ അയാൾ കൊടുക്കുന്ന ഒരു ഓണറാണ്. ആ ഫുട്ബോൾ ഫെഡറേഷൻ, പോർച്ചുഗീസ് ഫുട്ബോൾ ഫെഡറേഷൻ അയാളെ മാറ്റി നിർത്താനൊന്നും ആരും ആവശ്യപ്പെടുന്നില്ല. ആ കോച്ച്, എല്ലാവരും, ആ ടീം അപ്പാടെ അയാൾക്കൊരു ഓണർ കൊടുത്തിട്ട് ഒരു തവണ കൂടി അയാൾക്കൊരു ചാൻസ് ഉണ്ടെങ്കിൽ അയാളുടെ കൂടെ നിർത്താം. പിന്നെ കുറെ കൂടി സപ്പോർട്ടീവാണ് ഇപ്പം പ്ലേയേഴ്സ് പഴയതിനേക്കാൾ. അദ്ദേഹം എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ലോകകപ്പ് വെച്ചും പോയി അത്യാവശ്യം ഫോമിലാണ്. ഫോം മീൻസ് അതേ നാഷൻസ് ലീഗിൽ അദ്ദേഹത്തെ പൊതുവെ എല്ലാവരും പരിഹസിക്കാറാണ്. അദ്ദേഹം ചെറിയ ടീമുകൾക്കെതിരെയാണ് ഗോൾ അടിക്കുന്നത്, ലക്സംബർഗിനെതിരെയാണ്. പക്ഷേ അതേ നാഷൻസ് ലീഗിൽ ജർമ്മനി ഒരുവിധം എല്ലാ ടോപ്പ് ടീമിനെതിരെയും ഗോൾ അടിച്ചിട്ടുണ്ട്.